നമസ്കാരം, ഞാൻ നവ്യ റോസ് ജോർജ്. ഞാൻ IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ PhD 5th ഇയർ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ജുഗുലാർ വീനസ് പൾസ്, ഹൃദയരോഗ നിർണയത്തിലേക്ക് ഒരു ജാലകം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു ഓർഗനാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ എനർജിയും കൊടുക്കുന്ന ഒരു പമ്പാണ് ഇത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തം പല സെൽസിലേക്കും ഈ ഹൃദയത്തിൻ്റെ പമ്പിങ് മൂലമാണ് എത്തുന്നത്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പമ്പുകളുണ്ട്. പെട്ടെന്നൊരു ദിവസമായിരിക്കും ഈ പമ്പുകൾ വർക്ക് ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ കാര്യവും. നമ്മുടെ ഹൃദയത്തിലെ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾ, അതായത് കാർഡിയോ വാസ്കുലർ ഡിസീസസ്, പെട്ടെന്നൊരു ദിവസമായിരിക്കും, പെട്ടെന്ന് അതിൻ്റെ ഒരു സിംറ്റം കാണിക്കുന്നത് തന്നെ അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ സ്ട്രോക്ക് ആയിട്ടോ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹൃദ്രോഗങ്ങൾ അഥവാ കാർഡിയോ വാസ്കുലർ ഡിസീസസ് ലോകമെമ്പാടുമുള്ള മരണകാരണങ്ങളിലെ പ്രധാനിയായിട്ടിരിക്കുന്നത്. 2021 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരു വർഷം ശരാശരി 20.5 ദശലക്ഷം മരണങ്ങളാണ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് മൂലം ഉണ്ടാകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള മരണനിരക്കിൻ്റെ ഏകദേശം 30% വരും, അതായത് 3-ൽ 1 മരണം. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ കാർഡിയോവാസ്കുലർ ഡിസീസസ് മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുന്നത്? പ്രധാനപ്പെട്ട ഡിസീസസ് ആയിട്ടുള്ളത് ഇസ്കീമിയ, ആർട്ടീരിയൽ ഡിസ്ഫങ്ഷൻ, കോൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് മുതലായവയാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ രക്തധമനികൾ, ആ രക്തക്കുഴലുകളിൽ പ്ലേഗ് അല്ലെങ്കിൽ ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടാകുന്നത് മൂലം ഹൃദയത്തിന് പ്രോപ്പറായിട്ട് രക്തം പമ്പ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ഡിസീസസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനിയും ഈ ഡിസീസസ് നമുക്ക് ഒരു ഫ്രെമിഗ്രാം റിസ്ക് സ്കോർ എന്നൊരു മാർക്കറുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, അയാളുടെ ലൈഫ് സ്റ്റൈല് മുതലായവ അല്ലെങ്കിൽ ജനറ്റിക്സ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കൊരു റിസ്ക് സ്കോർ അയാൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് വെച്ചിട്ട് ഒരു പരിധിവരെ ഇങ്ങനത്തെ കാർഡിയോവാസ്കുലർ ഡിസീസസ് വരാനുള്ള സാധ്യത നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. അതുപോലെ തന്നെ അയോർട്ടിക് പൾസ് വേ വെലോസിറ്റി, അതായത് നമ്മുടെ പൾസ് ഒരു രക്തക്കുഴലിൽ കൂടെ ഈ പൾസ് എത്ര വേഗതയിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും ഒരു പരിധിവരെ ഈ ഡിസീസസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസാണ് കൂടുതൽ. ഇനി ഹൃദയത്തിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ ഒരു 4 മെയിൻ വാൽവുകളുണ്ട്. ഈ വാൽവുകളിൽ ഉണ്ടാകുന്ന തകരാറ് അല്ലെങ്കിൽ ഹൃദയത്തിന് ചുറ്റുപാടുമുള്ള സാക്കിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും തന്നെ നമുക്ക് ഈ മാർഗങ്ങളിൽ കൂടെ കണ്ടെത്താൻ സാധിക്കുകയില്ല. പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഡിസീസസ് ഉണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുള്ളൂ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് സെൻട്രൽ വീനസ് ലൈൻ കത്തീഡ്രൈസേഷനാണ്. അതായത് ഒരു ചെറിയ ട്യൂബ്, അതിനറ്റത്തൊരു പ്രഷർ സെൻസർ ഉണ്ടാവും. ഇതൊരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ നമ്മൾ അയാളുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്തുണ്ടാവുന്ന പ്രഷർ വേരിയേഷൻ, ഇതിനൊരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. നമ്മുടെ മലയാളാക്ഷരം സായില്ലേ, അതുപോലെയാണ് ഈ ഒരു വേവ് ഫോമിൻ്റെ ഷേപ്പ്. ഒരു ബീറ്റിൽ ഒരു അങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അതായത് ഇതിലൊരു 3 പീക്കും 3 വാലീസും ഉണ്ട്. അപ്പം ഈ വേവിൻ്റെ മോർഫോളജി നമ്മൾ പഠിക്കുന്നത് വഴിയായിട്ട് നമുക്ക് ഈ ഡിസീസസ് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ചില ആൾക്കാരിൽ ചില ഡിസീസസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു പീക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പം നമുക്ക് അറിയാം എന്താണ് ഇതിൻ്റെ ടിപ്പിക്കൽ ഷേപ്പ് എന്നറിയാം. അപ്പം നമ്മൾ ആ ഷേപ്പുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഈ കാത്തീഡ്രൈസേഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞല്ലോ, അതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ജനറൽ സെറ്റിങ്ങിൽ നടത്തുന്ന കാര്യമല്ല. ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രാഗൽഭ്യമുള്ള ഒരു ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെ നമുക്കിതിനെ നോൺ ഇൻവേസീവായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും? അപ്പം ആദ്യമേ എല്ലാം മെഡിക്കൽ സയൻസിൽ തന്നെ ഏറ്റവും നോൺ ഇൻവേസീവ് മെത്തേഡ് പറയുമ്പോൾ ഏറ്റവും ആദ്യം മുന്നിൽ വരുന്നത് തന്നെ അൾട്രാസൗണ്ട് ടെക്നോളജിയാണ്. അപ്പം സാധാ നമ്മുടെ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ കൺവെൻഷണൽ അൾട്രാസൗണ്ട് സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് ഒരു 30 ഹെർട്സ് അല്ലെങ്കിൽ ഒരു 70 ഹെർട്സ് വരെയാണ് സാധാരണ ഡിവൈസസ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എന്നുള്ള ഷേപ്പ്
ആ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മുടെ ഈ ഡിവൈസ് കാരണം തന്നെ നമുക്ക് ഈ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഡിസീസുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്നുമാണ് നമ്മളൊരു നോൺ ഇൻവേസീവ് കുറച്ചുകൂടെ ഫ്രെയിം റേറ്റ് ബെറ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഒരു സാധാ അൾട്രാസൗണ്ട് സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ കുറേ ഒരു സെറ്റ് ഓഫ് അറേ ഓഫ് പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിന് പകരം നമ്മളൊരു സിംഗിൾ അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ മാത്രം എടുത്തു. അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക്കൽ ഫീൽഡ് കൊടുക്കുന്നതനുസരിച്ച് ഇത് സൗണ്ട് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് ഇങ്ങനെ പൾസ് രൂപത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നത്, അപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സത്തിൽ അത് പോയി ഇടിച്ചു കഴിഞ്ഞാൽ അത് എക്കോ ആയിട്ട് തിരിച്ച് നമുക്ക് റിസീവറിൽ കിട്ടാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് ആ എക്കോസ് മര്യാദയ്ക്ക് ട്രാക്ക് ചെയ്യുന്ന വരിയായിട്ടാണ് നമ്മൾ ഇതിനകത്തെ പ്രഷർ ചേഞ്ച് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പം ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത് റൈറ്റ് ഏട്രിയത്തോട് വളരെ അടുത്തുള്ള ഒരു സെൻട്രൽ വെയിനാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ഏട്രിയത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രഷർ ചേഞ്ചും ജുഗുലാർ വെയിനിലേക്ക് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ജുഗുലാർ വെയിനെ റൈറ്റ് ഏട്രിയത്തിലേക്കുള്ള ഒരു ജാലകം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമ്മൾ ഡിവൈസ് ചെയ്തിട്ടുണ്ടാക്കുന്ന അൾട്രാസൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു ഇമേജ് ഫ്രീ ആണ്. കാര്യം ഇമേജ് ജനറേറ്റ് ചെയ്യാൻ തന്നെ കുറേ കമ്പ്യൂട്ടേഷൻ ഓവർഹെഡ് ഉണ്ടാവുന്നുണ്ട്. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ വേവ് ഫോം കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, അതൊരു ഡേറ്റ ആക്വിസിഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. നമുക്ക് വേണ്ട ഫ്രണ്ട് എൻഡ് ഫിൽട്ടർ ചെയ്യുകയും ആംപ്ലിഫൈ ചെയ്യുകയും എല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ സോഫ്റ്റ്വെയർ അൽഗോരിതം പാർട്ടാണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളത്. നമ്മൾ എങ്ങനെ ഈ സിഗ്നൽസിനെ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ വെസലിൻ്റെ മോഷൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ വേവ് ഫോം ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മെയിൻ ഒരു ചലഞ്ച്. അങ്ങനെ നമ്മൾ ഈ ഒരു സിസ്റ്റം ഡിവൈസ് ചെയ്തു, ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അതൊരു 100-ൽ പരം ഹ്യൂമൻ വോളണ്ടിയേഴ്സിൽ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ജുഗുലാർ വെയിനിൻ്റെ മോഷൻ നമുക്ക് കൃത്യമായിട്ട് അൾട്രാസൗണ്ട് വഴിയായിട്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിപ്പം നമ്മൾ മെഷർ ചെയ്തതെല്ലാം നമ്മൾ സാധാ ജനങ്ങൾ, അതായത് സാധാരണ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരിലാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ്ഡ് പോപ്പുലേഷനിൽ എങ്ങനെയാണ് ഈ വേവ് ഫോമിൻ്റെ ഷേപ്പിന് ഉണ്ടാവുന്നത്, ഈ പീക്കുകൾ ഈ വാലികൾ ഒക്കെ എങ്ങനെയാണ് ഡിസീസ്ഡ് പോപ്പുലേഷനിൽ വ്യത്യാസം വരുന്നത് എന്നുള്ള സ്റ്റഡികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഭാവി സ്റ്റഡികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടൂർ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് റിപ്പോസിറ്ററി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഒരാളുടെ നമ്മളിപ്പം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ വേവ് ഫോം ഫീച്ചർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീച്ചർ ഏത് പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷനുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ അല്ലെ മാപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സ്റ്റഡികൾ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ജുഗുലാർ അൾട്രാസൗണ്ട് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ജുഗുലാർ വെയിൻ്റെ ഡിസ്റ്റൻഷൻ അഥവാ ആ ഡയമീറ്ററിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്. ഇത് ബേസിക് ഒരു അസംഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വെയിൻസ് എല്ലാം ഇലാസ്റ്റിക് ആണ്, അതായത് ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇനിയും നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡികളെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്കിതിൻ്റെ റൈറ്റ് ഏരിയത്തിലെ പ്രഷറുമായിട്ട് കറക്റ്റ് ആ വാല്യൂവിനെ കിട്ടാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാര്യം ആ വാല്യൂ കിട്ടാനായിട്ട് ആകെ ഇൻവേസീവ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ റിസർച്ച് പ്രോബ്ലം. അപ്പം എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും ഫിസിക്കൽ ആരോഗ്യവും എല്ലാം ശ്രദ്ധിക്കുക. ഒരു ചെറിയ ചേഞ്ച് ആയിരിക്കും, നമ്മുടെ ബോഡി ഒരു വളരെ ചെറിയൊരു മാറ്റമായിരിക്കും നമുക്ക് കാണുന്നത്. ചിലപ്പോൾ അതൊരു തളർച്ചയുടെ രൂപത്തിലാവാം. അതൊരിക്കലും ശ്രദ്ധിക്കാതാവരുത്. എല്ലാവരും ഫിസിക്കലി ആക്റ്റീവായിരിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ഈ 20.5 ദശലക്ഷം മരണങ്ങൾ എന്നുള്ളത് വളരെ കുറഞ്ഞ നിരക്കിലേക്ക് നമുക്ക് ഇനിയും എത്തിക്കാൻ സാധിക്കണം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.